ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. കുറേ നാൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ നല്ല ടെൻഷനുള്ള ദിവസമായിരുന്നേ. 2-3 വെഡ്ഡിങ് കേക്ക് ഉണ്ട് ഇതിനകത്ത്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെഡ്ഡിങ് കേക്കിനല്ല നമുക്ക് ടെൻഷൻ. വണ്ടിയിൽ പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ നോക്കിയപ്പോൾ താക്കോൽ കാണുന്നില്ല. താക്കോലിട്ട് വണ്ടി ലോക്ക് ചെയ്തേക്കുവാണ് ഇസാങ്കൂട്ടൻ. ഇതിൽ ലാസ്റ്റ് ഒരു സ്പെയർ താക്കോലൊക്കെ കണ്ടുപിടിച്ച് ഏതായാലും നമ്മൾ അടുത്ത കേക്കുമായിട്ട് പോകാൻ ഇറങ്ങി. ഒരു കേക്ക് ഡമ്മിയുണ്ട്, ബാക്കി കേക്കെല്ലാം ബോക്സിലാക്കി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഡമ്മി കേക്ക് നമ്മൾ കൈ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. നമ്മുടെ കൊളത്തൂർമൊഴി പത്തനാട് റോഡ് മൊത്തം പൊളിച്ച് ഇളക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പാടാണ് കേക്കുമായിട്ട് പോകാനായിട്ട്. എന്തായാലും ഫസ്റ്റ് കേക്ക് നമ്മൾ മുണ്ടത്താനം ഒറ്റയോഗത്തിലാണ് വെക്കേണ്ടത്. അങ്ങനെ ഞാനും അണ്ണച്ചി ഇസാങ്കുട്ടനും കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ വന്ന് ബിസ്മി വെഡ്ഡിങ്സിൻ്റെ അവരുടെ സ്റ്റേജാണ്, എമിറേറ്റ്സിൻ്റെ ഫുഡൊക്കെയാണ്. അപ്പം നമ്മൾ നേരെ വന്നിട്ട് അവിടെ വന്ന് സെറ്റ് ചെയ്യാനായിട്ട് എത്തിയപ്പോഴത്തേക്കിനും അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ്. പിന്നെ സൈഡിൽ വെച്ചിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെ സൈഡിലൊരു സ്റ്റാൻഡുണ്ട്, അതിൽ വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ഇന്ന് അവിടെ കൊണ്ട് കേക്കൊക്കെ വെച്ചു. അടുത്ത കേക്ക് നമ്മൾ കടനിക്കാട് ഓഡിറ്റോറിയത്തിലാണ് വെക്കേണ്ടത്. ഇത് ഇവിടെയും എമിറേറ്റ്സുകാരുടെയാണ്, ബിസ്മി വെഡ്ഡിങ്സിൻ്റെ സ്റ്റേജുമാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് അപ്പോഴേക്കും അവിടെ കേക്ക് സെറ്റ് ചെയ്യണം, അതായത് ഫ്ലവറൊക്കെ വെച്ച് തന്ന്. അപ്പോൾ വേഗം അമ്മച്ചി ആയിട്ട് കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എല്ലാ കേക്കും ഒരേ ടൈമിൽ വെക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷനാണ്. അങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തു, കേക്കും എല്ലാം സെറ്റ് ചെയ്ത് സ്റ്റേജിലോട്ട് വെച്ചു. അപ്പോഴേക്ക് ഫോട്ടോഗ്രാഫറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ വേഗം നമ്മൾ നമ്മുടെ കേക്കൊക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടുന്ന് വേഗം ഇറങ്ങി. അടുത്ത കേക്കിനും റെഡിയായിട്ട് അവിടെ ആൾക്കാർ നിൽക്കുവാണല്ലോ. അടുത്ത കേക്ക് നമുക്ക് തേജസ് ഓഡിറ്റോറിയത്തിലാണ് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കേക്കിൻ്റെ എല്ലാം വെച്ച് കൊടുത്തു, 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് ഇറങ്ങി. ഇനി അടുത്ത കേക്ക് വരുന്നത് നമ്മുടെ ഇടയിരിക്കുപ്പുഴ തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അവിടത്തേക്കിന് അവിടെ കസ്റ്റമർ നേരിട്ട് തന്നെയാണ്, കാരണം എമിറേറ്റ്സിൻ്റെ ഫുഡൊക്കെയാണ്. പക്ഷേങ്കിൽ നമുക്ക് നേരിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെയും കൂടെയാണ് കല്യാണം. അപ്പോഴേക്കും അവിടത്തേക്കിന് നമുക്ക് നേരിട്ട് തന്ന കേക്കാണ്. ഇതാണ് ഡമ്മി കേക്ക്. അപ്പോൾ ഡമ്മി വിത്ത് കേക്ക് 1 kg റെഡ് വെൽവെറ്റാണ് മുകളിൽ വരുന്നത്. അപ്പോൾ നമുക്കിനി അത് സെറ്റ് ചെയ്യണം. അത്യാവശ്യം ഹാളിൽ നിറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരെ കാണുമ്പോൾ എനിക്കങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. പക്ഷേ അറിയാവുന്ന ആൾക്കാരാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങ് വിറയ്ക്കും. നമുക്ക് ഏകദേശം അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഡമ്മി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതുമെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം വേഗം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞൊക്കെ ടൈമെന്ന് പറയുമ്പോഴേക്കും ഫുഡിൻ്റെ ടൈം ആയപ്പം ഹോള് നിറച്ചും ആൾക്കാരായി. അപ്പം അതിലും അടുത്ത ടെൻഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിനി കേക്ക് കൊണ്ട് പോകുമ്പം കൈവിറയ്ക്കുമോ എന്നുള്ള ടെൻഷനാണ്. അങ്ങനെ കേക്ക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവരുടെ ഡോണിന്നും കെസിയ എന്നാണ് 2 പേരുടെയും പേര് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെയും പേരിൻ്റെ ലെറ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഷുഗർ എഡിബിൾ ബോൾസും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശം ഫൈനലായിട്ടുണ്ട്. പിന്നെ 2-3 ലീഫും കൂടെ വെച്ച് കൊടുത്തേ. അപ്പം എവിടെയോ എന്തോ ഇതുപോലെ. അപ്പോൾ നമ്മൾ ലീഫും കൂടെ വെച്ച് കൊടുത്ത് നമ്മൾ കേക്കിന് ഏകദേശം നല്ല മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഒരു ജസ്റ്റ് മാരേജ് എന്നുള്ളൊരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്ത് അതും കൂടെ സെറ്റ് ചെയ്ത് കേക്കൊക്കെ ആക്കി. ഇനിയിപ്പം നമുക്ക് ഇത് സ്റ്റേജിൽ കൊണ്ട് സെറ്റ് വെക്കണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ കൂടെ ഇത് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പാടുള്ളത്. അങ്ങനെ നമ്മൾ ഡമ്മിക്ക് വെയിറ്റ് ബാലൻസ് ചെയ്തുകൊണ്ട് വേണമല്ലോ പോകാൻ. അങ്ങനെ കേക്കുമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അറിയാവുന്നവരുണ്ട്, പക്ഷേ ആരെയും ഞാൻ നോക്കിയില്ല, കാരണം കൈ വിറച്ചിട്ട് ഒരു രക്ഷയില്ല. ഓഡിറ്റോറിയത്തിൻ്റെ ഹാള് നിറച്ചും ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ചെന്ന് കേക്ക് സ്റ്റേജിലേക്ക് വെക്കാൻ പോകുന്ന വഴിക്ക് ഈ കേക്കുമായിട്ട് പോകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ചു പോയി, അല്ലെങ്കിൽ വയറ് വള്ളിയൊക്കെ അവിടെ ഇങ്ങനെ കിടക്കും, ഈ മൈക്കിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഒരു മാറ്റലൊന്ന് ജസ്റ്റ് തട്ടിയാൽ മതിയല്ലോ, ഒന്നാമതെ ടെൻഷനും കൂടെ. അങ്ങനെ ഏതായാലും ഈ കേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല, മനസ്സിനൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ പോലെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയോ ഒരിതുപോലെ. അപ്പം പിന്നെ കുറച്ച് ദിവസം വിചാരിച്ചു എന്തിനാ നമ്മൾ വീഡിയോ ഒക്കെ ഇടാതിരിക്കുന്നത്, എല്ലാം ഓക്കെ ആവും, എല്ലാ സമയവും ഈ സമയം കടന്നു പോകും എന്നുള്ള രീതിയിൽ. അങ്ങനെ നമ്മൾ കേക്ക് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസിന് മുന്നേ ഒരു വീഡിയോ ഇട്ടാണ്. പിന്നെ പറയാനുള്ള എൻ്റെ ഇൻസ്റ്റയുടെ ID ഡിലീറ്റ് ആയിപ്പോയായിരുന്നു. അത് ഏതായാലും തിരിച്ച് കിട്ടി. ഇസാൻകുട്ടൻ ഒരു ഗെയിം ഡിലീറ്റ് ചെയ്ത് കൂട്ടത്തിൽ പോയതാണ്, ഏതായാലും തിരിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം അൽഹംദുലില്ലാ നന്നായിട്ടിരിക്കുന്നു, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ. ഷിജിന ഷാമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.